ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിരിക്കണം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റിംഗ് മോംസിന് അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ 33 വീക്സിൽ ഞാൻ എടുത്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ കഴിക്കുന്ന ഫുഡും ഡയറ്റ് ഫുഡും അതുപോലെ പ്രഗ്നൻസിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലത്തെ മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറയാൻ ഞാൻ ഫേസ് വാഷ് ഇട്ടൊന്ന് ഫേസ് കഴുകും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ബയോ ഓയിലിൻ്റെ ഈ ഓയിൽ സ്ട്രെച്ച് മാർക്സിലൊക്കെ നന്നായിട്ട് ഞാൻ തേക്കൂട്ടോ. രാവിലെ തന്നെ ഒരു 3 ടൈംസ് ഒരു ദിവസം ഞാനിത് തേക്കാറുണ്ട്. ഇത് ഞാൻ സൗദിയിൽ നിന്ന് മേടിച്ചായിരുന്നു. ഇവിടെ നാട്ടിൽ ഞാൻ സൗദിയിൽ നിന്ന് മേടിച്ച ഞങ്ങൾ റേറ്റ് കുറവാണ്. സോ സ്ട്രെച്ച് മാർക്സും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇത് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. ഒരു 3rd ട്രൈമസ്റ്ററിൻ്റെ ആദ്യം തൊട്ട് തന്നെ 7th മന്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ വയർ എത്ര വലിപ്പം വെക്കണോ എന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്ട്രെച്ച് മാർക്സ് വന്നാൽ നോക്കിയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലൊരു സംഭവമാണ് ഈ ബയോയിൽ. സോ ഇതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. സോ മോർണിംഗ് തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം എണീക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന പുട്ടും പയറുമാണ്. സോ പയറ് വർഗ്ഗങ്ങൾ അങ്ങനത്തെ കടല, പയറ്, ബീൻസ് അതുപോലെ ഗ്രീൻ പീസ് സംഭവങ്ങളൊക്കെ എന്നും ഫുഡിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ഗ്ലാസ് പാലുമാണ് ഞാൻ കുടിക്കുന്നത്, പാൽ ചായ കുടിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് ഞാൻ കഴിക്കുന്നുണ്ട്. മോർണിംഗിൽ കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റാണ്. സോ ഇതൊന്നും വിട്ടുപോകാതെ എന്ന് നിങ്ങൾ കഴിക്കുക കേട്ടോ. സോ അത് ഞാൻ എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക. ഒരു ദിവസം 2.5 ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ചൂടവസ്ഥയാണെങ്കിൽ അതിലും കൂടുതൽ കുടിക്കാം. പിന്നെ ഇന്ന് കുറച്ച് തിരക്കുടിച്ച ദിവസമായിരുന്നു, കാരണം ഇന്ന് നമ്മൾ ബേബിയുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേബി ഹഗ്ഗിൻ്റെ ഈ ഒരു ഡിറ്റർജൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ല ചൂടുവെള്ളത്തിലേക്ക് അത് ഒഴിച്ചിട്ട് ഡ്രസ്സ് ഇട്ടിട്ടാണ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഡ്രസ്സ് വിരിച്ചൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഫ്രൂട്ട്സ് സംഭവങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര നല്ലതാണ്. അതുപോലെ മുട്ടയും കൂടെ ഞാൻ മോർണിംഗിൽ തന്നെ കഴിക്കും കേട്ടോ. അതും എൻ്റെ ഒപ്പം ഫുഡിനോടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി വീട്ടിലെ റൊട്ടീൻ കാര്യങ്ങൾ അടിച്ചു വാരാനൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ ഡ്രസ്സൊക്കെ ഉണക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞു ഐറ്റംസൊക്കെ ഇങ്ങനത്തെ ഒരു ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം ഉണക്കിയിട്ടുണ്ടായത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് മാക്സിമം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ആക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഇടയ്ക്ക് കയ്യിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും എടുത്ത് കഴിക്കുക. അതുപോലെ ലീഫി വെജിറ്റബിൾസൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡിന് ലഞ്ചിന് മിക്കപ്പോഴും ലീഫി വെജിറ്റബിൾസ് എനിക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. സോ ഇന്ന് വന്നിട്ട് ചീരയാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ചീര, മുരിങ്ങയില നല്ലതാണ്, ബീൻസൊക്കെ നല്ലതാണ്. അങ്ങനത്തെ എന്തെങ്കിലും സംഭവം എന്നും ലഞ്ചിന് ഇൻക്ലൂഡ് ആക്കണം കേട്ടോ. സോ ഇതാണ് ലഞ്ച് വന്നിട്ടുള്ള ഒരു 1.5 പിടി അത്രയും ചോറും അതുപോലെ ചീരയും പയറും പിന്നെ അതുപോലെ ചിക്കൻ്റെ കുറച്ചുമാണ് ഉണ്ടാകുന്നത്. ചിക്കൻ 2-3 പീസും. ഇത്രയാണ് ഞാൻ ലഞ്ച് കഴിക്കാറുള്ളത്. ചോറിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. 1 കൈയിലോ 1.5 കൈയിലോ അതിൽ കൂടുതൽ കഴിക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നു. അപ്പോൾ ഈ ഒരു പില്ലോ, ഇത് പ്രഗ്നൻസി പില്ലോ എന്ന് പറയും. ഈ സംഭവം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടാവും. യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യാം. ഞാൻ ആദ്യമൊക്കെ സൗദിയിലായതുകൊണ്ട് പിന്നെ അവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ വന്നിട്ടാണ് മേടിച്ചത്. നാട്ടിൽ വന്നിട്ടും 7th മന്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പകുതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ സംഭവം. മസ്റ്റ് ഹാവാണ്, പ്രഗ്നൻറ്റ് ലേഡീസിന് മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ പ്രഗ്നൻസി പില്ലോ. അതിൽ കിടക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കംഫർട്ടബിലിറ്റി നമുക്കത് മനസ്സിലാവുള്ളൂ. അതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ.
അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസ് പതിവാക്കേണ്ട കുറച്ച് സൂറത്തും സംഭവങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ഈ ഭാഗമൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാൽ മതി. പ്രഗ്നൻറ്റ് ലേഡീസിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ ഇതൊക്കെ ഓതുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളൊരു 8 മന്തൊക്കെ തൊട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയും സംഭവങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ നല്ലൊരു സംഭവമാണെന്നാണ് പറയുന്നത് ഇതൊക്കെ. അപ്പോൾ പിന്നെ സൂറത്ത് മറിയം സൂറത്ത്, അതുപോലെ വാക്കിയ സൂറത്ത്, അതുപോലെ ഇൻഷിക്കാക്ക് ഒക്കെ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ എന്നും അതൊക്കെ ഓതുവാണെങ്കിൽ ഭയങ്കര നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പതിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഓർത്തു ബേബിയുടെ നിന്ന് അലക്കിയിട്ട് ഉണങ്ങി എടുത്ത ഡ്രസ്സൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ അതൊക്കെ ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കി എടുത്ത് വെക്കാമെന്ന്. സോ ഞാൻ അതെല്ലാം അയൺ ചെയ്തെടുത്ത് വയ്ക്കണം. അപ്പോൾ എല്ലാം ഇങ്ങനെ ഒതുങ്ങി നല്ലപോലെ ഇരുന്നോളൂല്ലോ. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എല്ലാം ഒന്ന് ചുരുങ്ങി വരുമല്ലോ. എന്നിട്ടിപ്പോൾ അയൺ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. സോ അതെല്ലാം ഞാൻ വൈകിട്ടായപ്പോഴേക്കും എല്ലാം അയൺ ചെയ്തെടുക്കേണ്ടായി. പിന്നെ വൈകിട്ടായപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായി. സ്നാക്സ് ഉണ്ടാക്കാനായിട്ട്, സമോസ ഉണ്ടാക്കാനായിട്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നതാണ്. ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാനായിട്ട് ഈവനിങ് വാക്ക് ചെയ്യാനൊക്കെ പോവും. 1 മണിക്കൂർ ഈവനിങ് എന്നും വാക്ക് ചെയ്യാറുണ്ട്. പിന്നെ എക്സസൈസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും തുടങ്ങിയിട്ടില്ല. 9th മന്ത് സ്റ്റാർട്ടിങ്ങിലാണ് എക്സസൈസ് എല്ലാ കാര്യങ്ങളും ചെയ്ത് തുടങ്ങേണ്ടതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. സോ അപ് ടു 8 മന്ത്സ് നമുക്ക് നന്നായിട്ട് വാക്ക് ചെയ്യാം. ഒരു 7.5 മന്ത് കഴിഞ്ഞിട്ട് ഒരു 1 hourൊക്കെ ഈവനിങ് വാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ മോർണിംഗ് ആയാലും നമ്മൾ മറ്റേ വെളിച്ചം കിട്ടാനായിട്ട്, വൈറ്റമിൻ D3 ഒക്കെ കിട്ടാനായിട്ട് വാക്ക് ചെയ്യണം. രാവിലെയും നല്ലതാണ് കേട്ടോ. പിന്നെ ചിലപ്പോൾ രാത്രി ഞാൻ ചോറായിരിക്കും കഴിക്കുന്നത്. ആയിട്ടുണ്ടാക്കുന്ന പത്തിരിയോ അപ്പോ എന്താണെന്ന് വെച്ചാൽ അതായിരിക്കും കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഞാനൊന്ന് സ്കിൻ കെയറും ചെയ്ത്, സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് ഇട്ട് ഫേസ് തേക്കും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അതും കൂടെ ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങാണ് ചെയ്യാമെന്ന്. എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പ്രഗ്നൻറ്റ് ലേഡീസിന് ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.